ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് PSC പഠിക്കുന്ന തുടക്കക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് കേട്ടോ. അവരെങ്ങനെ എക്സാമിനെ അപ്രോച്ച് ചെയ്യണം എന്നതിനെക്കുറിച്ചിട്ടൊക്കെ പറയാനാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ വേണ്ടത് SCERT ടെക്സ്റ്റ് ബുക്ക്, NCERT ടെക്സ്റ്റ് ബുക്ക് ഇതൊക്കെ സമഗ്ര ആപ്പിൽ നിന്ന് നമുക്ക് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ സിലബസിൽ എന്തൊക്കെയാണോ വിഷയം ഉള്ളത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിലും കാണുമല്ലോ. അത് കറക്റ്റായിട്ട് നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് ആവശ്യമുള്ള പോയിൻ്റ് മാത്രം നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഓരോ വിഷയത്തിനും ഓരോ നോട്ട് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, എന്ന് വെച്ചിട്ട് വലിച്ചു വാരി എഴുതി വെക്കണം എന്നല്ല പറഞ്ഞത്. നമുക്ക് ഓരോന്ന് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. SCERT ടെക്സ്റ്റ് ആയാലും NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നായാലും ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നമുക്ക് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പം അങ്ങനെ വലിച്ചു വാരി എഴുതാണ്ട് കുറച്ച് പോയിൻ്റ് ആയിട്ട് എഴുതി വെക്കുക ആവശ്യമുള്ള കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ SCERT NCERT കൂടാണ്ട് നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ എന്താ പറയുക ഇൻഫർമേഷൻ കിട്ടുമോ അതൊക്കെ കളക്ട് ചെയ്ത് വെക്കുക. അതായത് സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ലോ, അത് അധികവും നമ്മുടെ SCERT NCERTയിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ എവിടെ നിന്നാണോ നമുക്ക് ആ ഇൻഫർമേഷൻ കിട്ടുന്നത്, ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് നിന്ന് കിട്ടുമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുമല്ലോ, ചിലപ്പോൾ റാങ്ക് ഫയലിലുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് വേറെ നോട്ടിലായിട്ട് എഴുതി വെക്കാം. ഈ SCERTയുടെയും പിന്നെ അതുപോലെ റാങ്ക് ഫയലിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ ഇല്ലേ, അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എഴുതി വെക്കാൻ പാടില്ല കേട്ടോ. SCERT NCERTയും ഡിഫറെൻ്റ് ആയിട്ടുള്ള നോട്ട്സ് തന്നെ എഴുതി വെക്കണം. പിന്നെ ബാക്കിയുള്ള ഇൻഫർമേഷൻ വേറെ നോട്ടിലും എഴുതി വെക്കുക. ഓക്കെ അല്ലേ? കിട്ടുന്ന പരമാവധി ഇൻഫർമേഷൻ തന്നെ നമ്മൾ എഴുതി വെക്കാൻ ശ്രമിക്കണം. ചുരുക്കി കൊണ്ടുവരാൻ വേണ്ടി പാടില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ എഴുതാൻ വിട്ടുപോകുന്ന കാര്യത്തിൽ നിന്നായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ PYQ ടെസ്റ്റ് ചെയ്യലാണ്. PYQ ടെസ്റ്റ് ചെയ്യുമ്പം സാധാരണ എല്ലാവരും ചെയ്യാന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വായിക്കും, അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കും, അപ്പോൾ ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സെറ്റ്. അപ്പോൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. എന്താ വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, അതിൻ്റെ ആൻസറും നോക്കി വെക്കുക. അതിനുശേഷം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അത് നോട്ട് ചെയ്തിട്ട് പഠിച്ചു വെക്കുക. അതായത് ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഒരു PYQ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഓരോ എന്താ പറയുക ടോപ്പിക്കിന്നും അതുപോലെ നമ്മൾ ചെയ്ത് വരുമ്പം ഏകദേശം നമുക്ക് സിലബസ് കുറച്ചൊക്കെ കംപ്ലീറ്റ് ആയി വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ശരിക്കും PYQ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതാണ്, മനസ്സിലായില്ലേ? പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ദിവസേന പഠിക്കുന്ന ഈ ടോപ്പിക്കുകൾ വീക്കിലി റിവൈസ് ചെയ്യണം. എല്ലാ ആഴ്ചയും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ദിവസവും പഠിച്ച ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യാം. അത് സമയമില്ലെങ്കിൽ പോലും നിങ്ങൾ സമയം കണ്ടെത്തിയിട്ട് പഠിക്കണം. എല്ലാവരുടെയും സമയം ഒരുപോലെയൊന്നുമല്ല, അല്ല ഈ പറയുന്ന എൻ്റെ സമയമാണെങ്കിലും നിങ്ങളുടെ സമയമാണെങ്കിലും ഒരുപോലെയൊന്നുമല്ല. അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് മാറ്റം വരുത്തിയിട്ട് സമയം കണ്ടെത്തി പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ കറണ്ട് അഫേഴ്സിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെയിലി പത്രവായന അത് നിർബന്ധമാണ്. എന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കറണ്ട് അഫേഴ്സിനായിട്ട് ഒരു നോട്ട് വേണം, അതിൽ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ബാക്കിയുള്ള എല്ലാ കറണ്ട് അഫേഴ്സും ഇപ്പം നമുക്ക് പത്രത്തിൽ തന്നെ കിട്ടണമെന്നൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് PSC ബുള്ളറ്റിനാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക ടെലഗ്രാം ചാനലിനാണെങ്കിലും യൂട്യൂബ് വീഡിയോസ് ഷോർട്സ് ഇതിലൂടെയാണെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് ഈ കറണ്ട് അഫേഴ്സും നിങ്ങൾ മറ്റുള്ള ടോപ്പിക്ക് റിവൈസ് ചെയ്യുന്ന പോലെ തന്നെ വീക്കിലി റിവൈസ് ചെയ്യുക, അതുപോലെ മന്ത്ലിയും റിവൈസ് ചെയ്യുക. ഈ മന്ത്ലി റിവൈസ് ചെയ്യണമെന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞ ടോപ്പിക്കുകളും എല്ലാം വീക്കിലി റിവിഷൻ നടത്തണം, അതുപോലെ മന്ത്ലിയും റിവിഷൻ നടത്തണം. ശരിക്കും പറഞ്ഞാൽ ഈ ആനുകാലിക ചോദ്യങ്ങൾ ഡെയിലി നമ്മൾ എഴുതി വെക്കണം. എന്നിട്ട് അത് വായിച്ചു പോകണം. അതായത് ഒരുപാട് ഒരു ദിവസം പഠിക്കണമെന്നൊന്നും പറയുന്നില്ല, ഡെയിലി ഒരു 10 12 കാര്യങ്ങൾ വെച്ച് പഠിക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് വായിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ വീക്കിലി റിവിഷൻ നടത്തുമ്പോഴായാലും മന്ത്ലി റിവിഷൻ നടത്തുമ്പോഴായാലും നമുക്ക് വലിയൊരു ഭാരമായിട്ട് തോന്നില്ല. മനസ്സിലായില്ലേ? പിന്നെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മലയാളം, മാത്സ്, ഇംഗ്ലീഷ്. ഈ 3 വിഷയങ്ങളും ബാക്കിയുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ ദിവസേന പഠിക്കുന്നത് പോലെ ഈ 3 വിഷയങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം. 3 വിഷയങ്ങളും ഈ ദിവസങ്ങളിലെല്ലാം കുറച്ച് ടൈമെങ്കിലും വെച്ചിട്ട് പഠിക്കണം. അത് ഒന്നുകിൽ പഠിക്കുക, അല്ലെങ്കിൽ PYQ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. PYQ ടെസ്റ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലായിരിക്കണം, അല്ലാതെ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ വെച്ച് മാത്രം നോക്കി പോകരുത്. അതിനെക്കൊണ്ട് കാര്യമില്ല. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് കേട്ടോ. അതുകൊണ്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൂടി പഠിക്കണം. മനസ്സിലായില്ലേ? പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എക്സാമിന് പോയി എക്സാം അറ്റൻഡ് ചെയ്ത് വന്നു, നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കീ ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ മാർക്ക് കൂട്ടി അവിടെ എഴുതി വെക്കാം. അല്ലാതെ നിങ്ങൾ ഈ കട്ട് ഓഫ് പ്രവചനത്തിലേക്കൊന്നും പോയിട്ട് വീഴരുത്.
കാരണം എന്ന് വെച്ചാൽ ആ ഒരു പ്രഡിക്ഷനൊന്നും ഇന്നത്തെ കാലത്ത് ഒരു പ്രസക്തി ഇല്ലാത്തതാണ്. കാരണം ഡിലീഷനൊക്കെ ഒരുപാട് നടക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് മാർക്ക് വരിക, എങ്ങനെയാണ് കട്ട് ഓഫ് വരിക എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ ആ കട്ട് ഓഫ് നോക്കിയിരുന്ന് ടെൻഷൻ അടിച്ച് ഒന്നുകിൽ ചില ആൾക്കാർ ടെൻഷൻ അടിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓ ആശ്വാസമായി ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ നിൽക്കും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത്. ചില ആൾക്കാർ ഓ ഞാൻ രക്ഷപ്പെട്ടു എന്നും വിചാരിച്ചിട്ട് നിന്നിട്ട് ചിലപ്പോൾ കട്ട് ഓഫ് വരുന്നത് അവരുടെ മാർക്കിന് മുകളിലായിരിക്കും. അപ്പോൾ പിന്നെ പഠിച്ചില്ലല്ലോ എന്ന് ഓർത്തിട്ട് നിരാശയും വരും. അപ്പോൾ അതെന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ എക്സാമിന് പോയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യുക, പിന്നെ വീണ്ടും പഠിക്കുക. നമ്മൾ ജോലി കിട്ടുന്നത് വരെ പഠിച്ചുകൊണ്ടിരിക്കണം. അല്ലാതെ കട്ട് ഓഫ് നോക്കിയിട്ട് ഒരിക്കലും ഇരിക്കാൻ വേണ്ടി പാടില്ല കേട്ടോ. കയ്യിൽ എപ്പം ജോലി കിട്ടുന്നോ അന്നേ നിങ്ങൾ നിർത്താവൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. പിന്നെ കറണ്ട് അഫയേഴ്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. 20 മാർക്കിനാണ് അത് ചോദിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള വിഷയങ്ങളെ അപേക്ഷിച്ച് ബാക്കിയുള്ള വിഷയങ്ങൾക്കും കൊടുക്കണം ഇമ്പോർട്ടൻസ്, എന്നാലും കറണ്ട് അഫയേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി തന്നെ പഠിക്കണം. ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ ദിവസവും ഷോർട്സ് ഇടുന്നുണ്ട്. അതായത് കറണ്ട് അഫയേഴ്സിൻ്റെ ഷോർട്സ് ആണ്, 2-3 ഷോർട്സ് വെച്ചിട്ടിടും. അപ്പോൾ ഒരു ഷോർട്സ് തന്നെ 4-5 കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും. അപ്പം ഒരു ദിവസം എത്രത്തോളം കറണ്ട് അഫയേഴ്സ് കിട്ടുമെന്ന് നിങ്ങൾക്കപ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പം ആവശ്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് ടൈമിന് നോട്ടിഫിക്കേഷൻ വരും. ഞാനിടുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഒരു മാസം മുന്നേയുള്ള കറണ്ട് അഫയേഴ്സ് ഒന്നുമല്ല കേട്ടോ. 2-3 ദിവസം മുന്നേയുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും ഞാൻ ഇടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.